ഉള്ളത് ഞാൻ പണ്ടുതൊട്ടേ പഠിച്ചിട്ടുള്ളൊരു പാടാണ്. അതുകൊണ്ട് ഞാനിനി സജീവമായിട്ട് രംഗത്തുണ്ടാവും. ഇങ്ങനെ സജീവമായിട്ട് തൃശ്ശൂർ നിൽക്കുമ്പോൾ ഈ തൃശ്ശൂർ തോൽപ്പിച്ചവർക്ക് ഒരു കുറ്റബോധം തോന്നുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, ആർക്കും ഒരു കുറ്റബോധവും ഇല്ല. അവർക്ക് സന്തോഷമായിരിക്കുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ നാടൊക്കെ എത്രയോ മുമ്പ് നന്നായി. ഈ രാഷ്ട്രീയത്തിനൊക്കെ ഏറ്റവും കുറ്റം പറയണത് നന്ദിയില്ലായ്ക എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതലുള്ള ഫീൽഡാണ് ഞാൻ കണ്ടെടുത്തോളം. എൻ്റെ അച്ഛൻ സഹായിച്ചവരാണ് എന്നെ ഏറ്റവും വേദനിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ചില ആളുകളെ സഹായിക്കാനുള്ള സാഹചര്യം അച്ഛന് വന്നിട്ടുണ്ടാവില്ല, അവരാണ് എന്നെ ഇപ്പോൾ ഇതാക്കുന്നത്. അതായത് കേരള രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടും പേരെയല്ല കെ കരുണാകരൻ കൈപിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്, മുന്നോട്ട് നടത്തിയിട്ടുള്ളത്. അവരൊക്കെ ചെറിയ മുഖങ്ങളൊന്നുമല്ല. ഇവരൊന്നും ആ ഒരു നന്ദി കാണിച്ചില്ല എന്നാണോ? മറിച്ചാണ് അവർക്ക് എന്താണ് കാരണം എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. ഞാൻ ആരും പേരെടുത്തൊന്നും പറയുന്നില്ല. അതിലൊരു 75% ആളുകളും നമ്മളെ ദ്രോഹിക്കാനേ നോക്കിയിട്ടുള്ളൂ, സഹായിക്കാൻ നോക്കിയിട്ടില്ല. എന്നാൽ സഹായിക്കുന്ന 2-3 പേരുണ്ടാവാം. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ ബാക്കി ഏതാന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഞാനിതൊന്നും പറയേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്കറിയാം. 2021 ആ തോൽവി അത് ഇപ്പോഴും കാണുന്നത് കൃത്യമായ രീതിയിൽ തോൽപ്പിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായി എന്ന് തന്നെയാണ്. നല്ലോണം പ്ലാൻഡായിരുന്നു. അതെനിക്ക് മനസ്സിലായില്ല. കൂടെ നിന്നവരാണ് ചതിച്ചത്. അപ്പോൾ നമ്മളൊരിക്കലും ചിലവരങ്ങോട്ട് നന്നായി നമ്മളോട് അഭിനയിക്കും. അത് മനസ്സിലാക്കാൻ ഒന്നാമത്തെ തിരക്കിനിടയിൽ നമ്മൾ ആരാ നമ്മളെ ചതിക്കണേന്നൊന്നും നമ്മൾ നോക്കില്ല. ഒരു ഇലക്ഷൻ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ ഈ ഓട്ടവും ഇതും ആരൊക്കെ ചതിക്കും. പക്ഷെ എനിക്ക് കുറച്ച് നാൾ മുമ്പേ ഇതിങ്ങനെ ഒരു സംശയം മനസ്സിൽ തോന്നിയിരുന്നു. നമ്മൾ കുറേ കാലമായില്ലേ ഈ സാധനം കാണും. പക്ഷെ എന്നാലും അവരെ വെറുപ്പിക്കണ്ട എന്നുള്ള രീതി ഞാൻ മുന്നോട്ട് പോയി. അതായിരുന്നില്ല നല്ലത്. തോന്നാൻ എന്തായിരുന്നു കാരണം? അവരുടെ രീതികളും അവരുടെ കൂട്ടുകെട്ടുകൾ, അവരുടെ സംസാരങ്ങൾ, അവർ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങൾ ഒക്കെ ഇപ്പം അന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇന്നായപ്പോൾ എനിക്കത് കൂടുതൽ മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു അവരുടെ മനസ്സിലെ പ്ലാൻ എന്നുള്ളത്. അതൊരു എന്താ പറയുക, ഒരു കോക്കസ് അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു. അല്ല, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി, പ്രചാരണത്തിൽ നിന്ന് ആൾക്കാർ മനഃപൂർവ്വം മാറി നിൽക്കുക, മനഃപൂർവ്വം ആബ്സെൻസിലേക്ക് പോകുക, അങ്ങനെയുള്ള അതുണ്ടായിരുന്നു. അത് കൂടാണ്ട് വോട്ട് മറക്കലും ഉണ്ടായിരുന്നു. പിന്നെ എന്നോട് അടുത്ത് നിന്ന ആളുകളെ എന്നിൽ നിന്ന് അകറ്റി ശത്രുക്കളാക്കുന്ന രീതി, പിന്നെ ഒരിക്കലും താല്പര്യമില്ലാത്ത ആൾക്കാരെ പറഞ്ഞ് തിരിച്ച് സ്ഥാനാർത്ഥി മോഹികളാക്കി അവരൊക്കെ ഫീൽഡിൽ നിന്ന് മാറിയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പരാതി കൊടുത്ത ആളുകളുണ്ട്, മണ്ഡലം ബസ്സന്മാർ. എൻ്റെ ഇലക്ഷൻ സമയത്ത് 1-2 സ്ഥലത്ത് മണ്ഡലം ബസ്സന്മാർ തീരെ ഇറങ്ങാണ്ട് ഇലക്ഷൻ വർക്ക് നടത്തിയ ആൾ ഞാനായിരിക്കും. പിന്നെ ചിലവരോട് വീട്ടിൽ പോയി അപേക്ഷിച്ചിട്ടുണ്ട് ഞാൻ ഇതിന് വരണമെന്ന് ഒക്കെ ആന്ന് പറയും. നമ്മൾ ഈ വണ്ടിയിൽ പോവല്ലോ എല്ലാവരും കാണാൻ വേണ്ടി. ആ സമയത്ത് ഞാൻ കാണാൻ ഓരോരുത്തരും മൂലയ്ക്ക് നിൽക്കണം. ഞങ്ങളുടെ പാർട്ടിയല്ല എന്നുള്ള മാതിരിയാണ് നിൽക്കുന്നത്. അപ്പൊക്കെ എനിക്ക് അപകടം ഇതായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഇപ്പോഴും പറയണു, സുരേഷ് ഗോപി വന്നതും അദ്ദേഹത്തിൻ്റെ കഴിവ് ഞാൻ ഒരിക്കലും കുറച്ച് കാണില്ല. അദ്ദേഹത്തിന് ജനങ്ങൾക്കൊരു താല്പര്യമുള്ള ഒരാളാണ്. അത് പാർട്ടിയോടുള്ള സ്നേഹമല്ല, ആ മനുഷ്യനോട് എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ട് അവിടെ. അപ്പോൾ അതും എന്നെ ബാധിച്ചു. അതിൽ കൂടുതൽ ബാധിച്ചത് പാർട്ടി എന്നുള്ളതാണ്. സുരേഷ് ഗോപി വന്നിരുന്നെങ്കിലും എനിക്ക് ജയിക്കാൻ പറ്റുമായിരുന്നു. മുഖം നോക്കാതെ വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ് ശ്രീ കെ മുരളീധരൻ. അതിൽ നിന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന ഒരു നിലപാട് തുടരുകയാണ് പത്മജ വേണുഗോപാൽ. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരുടെ രീതി മുരളീധരൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ദേഷ്യം തോന്നിയാൽ അപ്പം മോത്തോക്കിയാൽ പറയും. അങ്ങനെ അത് പിന്നെ അതുകൊണ്ട് എന്ത് വരും വരായികളൊന്നും അദ്ദേഹം ആലോചിക്കാറില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ വ്യത്യാസമാണ്. ഞാൻ പറയേണ്ടത് പറയാറുണ്ട്, എല്ലാവരും എൻ്റെ അടുത്ത്. പക്ഷേ ഞാൻ പറയുന്നത് ഒരു മുറി അടച്ചിട്ടിട്ട് നേതാക്കന്മാരോട് പറയാനുള്ളതൊക്കെ ഞാൻ പറയും. അത് കഴിഞ്ഞ് പുറത്ത് വന്നാൽ അതൊന്നും കാണിക്കില്ല. എന്നോട് എല്ലാവരും ചോദിക്കുക എന്താ പറഞ്ഞത്, ഒന്നും പറയാൻ പോവില്ല. കാരണം എൻ്റെ വാക്കുകൊണ്ട് പാർട്ടിക്ക് ഒരു ദോഷം വരണ്ടെന്ന് എന്നും ചിന്തിക്കും. പക്ഷേ അതിലൊന്നും ഇപ്പോൾ കാര്യമില്ല എന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. അങ്ങനെ പറയുന്നവർക്കാണ് ഗുണം, അല്ലാണ്ട് പറയാണ്ട് മിണ്ടാണ്ട് നിൽക്കുന്നവർക്ക് എന്താ പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നറിയില്ലേ. അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ സ്ഥിതി. ഇനിയിപ്പോൾ എപ്പോഴാണ് കരയേണ്ടി വരികയെന്ന് അറിയില്ല. കെ മുരളീധരൻ പക്ഷേ തുറന്ന് പറയുന്നു, അത് വിവാദ പ്രസ്താവനകളിലേക്ക് പലതും എത്തുന്നു. അദ്ദേഹം പക്ഷെ പാർട്ടിയിൽ കുറച്ച് ഒറ്റപ്പെടാൻ അത്തരം തുറന്ന് പറച്ചിലുകൾ ഇടയാക്കുന്നു തോന്നിയിട്ടുണ്ട്. നല്ലോണം ഉണ്ട് അങ്ങനെ പറയുമ്പോൾ. പക്ഷെ ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പണ്ടൊക്കെ ചോദിക്കുക കെ കരുണാകരൻ്റെ മകളെന്ന് ചോദിക്കായിരുന്നു. ഇപ്പോൾ കെ മുരളീധരൻ്റെ അനിയത്തിയല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം കെ മുരളീധരൻ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് നേതൃത്വം ഉപയോഗിക്കുക വേണ്ടത്, ആ ഒരു ജനങ്ങളുടെ പിന്തുണ. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ പിന്തുണ അത്യാവശ്യമൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ കൂടി ആളെ ഒതുക്കി ഇപ്പോൾ ഒരു മൂലയ്ക്ക് ആക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കെ മുരളീധരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാതിരിക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്ന് പത്മജ വേണുഗോപാൽ വിശ്വസിക്കുന്നുണ്ട്.
അല്ല, അദ്ദേഹത്തിൻ്റെ ഒതുക്കൽ അതിപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എന്നല്ല, മൊത്തം ഒരു ഒതുക്കലിൻ്റെ ഏരയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെറ്റ് ഞാൻ പറയാറ്, എല്ലാ സത്യങ്ങളും തുറന്നു പറയരുത്. സത്യങ്ങൾ ഇതാവാന്നല്ലാണ്ട് ഒരാളെ വേദനിപ്പിക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ ഒരാൾക്ക് പാർട്ടിക്ക് ദോഷം ഉണ്ടാക്കുന്ന വിധത്തിലോ നമ്മളൊന്നും പറയാതിരിക്കുക നല്ലത്. അത് അദ്ദേഹം ഒന്നും കൂടി കൺട്രോൾ ചെയ്താൽ മതി. അപ്പം എനിക്ക് തോന്നുന്നു ഈ പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ അവസാനിക്കും. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിൽ മക്കൾ രാഷ്ട്രീയം, അച്ഛനും മക്കളും എല്ലാവരും പരസ്പരം സഹായിച്ചും ഒക്കെ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ആ ഒരു രീതിയിൽ കെ കരുണാകരൻ പത്മജ വേണുഗോപാലിനെ സഹായിക്കണമായിരുന്നു എന്നുള്ളൊരു ഒരു പരിഭവം അതിനുണ്ടോ? ഇപ്പം ഇല്ല. കാരണം അന്നൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇങ്ങനെ കാണുമ്പോൾ. എന്തൊക്കെ പറഞ്ഞാലും ചെറിയൊരു മനസ്സിന് വിഷമം, നമ്മൾ മനുഷ്യനാണ്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ അച്ഛൻ ചെയ്താൽ ശരിയെന്ന് വിശ്വസിക്കുന്ന. ഇപ്പോൾ ഓരോരുത്തരുടെ കുത്തും ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് സഹിക്കാൻ പറ്റുന്നത് ഞാൻ അങ്ങനെ നിന്നുകൊണ്ടാണ്. അങ്ങനെ എൻ്റെ അച്ഛൻ സഹായിച്ചിരുന്നെങ്കിൽ, എല്ലാം നമുക്ക് ഒരു സ്പൂൺ ഫീഡിങ് മാതിരി കിട്ടിയിരുന്നെങ്കിൽ അത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് വേദന തോന്നും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എനിക്ക് ഫൈറ്റ് ചെയ്യാനാണ് ഇഷ്ടം. നന്ദിയില്ലാതെ പോയവർക്കെല്ലാം കൃത്യമായി കാലം കണക്ക് കൊടുത്തു എന്ന് കൂടി വിചാരിക്കുന്നുണ്ടോ? ഉണ്ട്, നല്ലോണം ഉണ്ട്. ആ കിട്ടിയവരെന്നെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്ക് വിളിച്ചിട്ട്, ഞങ്ങൾ അനുഭവിക്കണം മുഴുവൻ ലീഡറെ ശാപാണെന്ന്. അവരെ വായി തന്നെ കേൾക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു സുഖമുണ്ട് മനസ്സിന്. അത്രയെങ്കിലും എൻ്റെ അച്ഛനൊരു നീതി കിട്ടിയല്ലോ എന്നുള്ള. കാരണം ഓരോരുത്തരും വളർന്നു വന്ന രീതി എനിക്കറിയാം. ഞാൻ അതാ പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ പൊളിറ്റിക്സിൽ ഇല്ലെങ്കിൽ ഞാൻ ഒരു ബുക്ക് എഴുതിയേനെ, കേരള രാഷ്ട്രീയം എന്തൊക്കെ സംഭവിച്ചു അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് വ്യക്തമായി. കാരണം എനിക്ക് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ, എന്ന് വെച്ചാൽ ഇറങ്ങിയിരുന്നില്ല. പക്ഷെ നമ്മൾ പറയില്ലേ, പലർക്കും ഇപ്പം ഒരു രാഷ്ട്രീയത്തിലില്ലാത്ത ആൾക്കാർക്കും, എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയാണ്, നല്ല രാഷ്ട്രീയ ബോധം. അതേമാതിരി എനിക്കുണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ വന്നിട്ട് ഇതെല്ലാം ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ പറയണത്, കിട്ടേണ്ടവർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ചെറിയ രീതിയിലൊന്നും അല്ല കിട്ടണം, നല്ല രീതിയിൽ കിട്ടുന്നു. കെ കരുണാകരൻ അനീതി നേരിട്ടു, അദ്ദേഹം നീതികേടിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്ന് പാർട്ടി ആ ഒരു റേഞ്ചിലൊന്നും പറയാത്തത് എന്തുകൊണ്ടാണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ എപ്പോഴും പറയും, കെ കരുണാകരന് സ്മാരകം ഉണ്ടാക്കാത്തതും അല്ലെങ്കിൽ ഇതെല്ലാം കെ മുരളീധരനും പത്മജ വേണുഗോപാലും രാഷ്ട്രീയത്തിലുള്ളതുകൊണ്ട് ഇനി അവർക്ക് അതിൻ്റെ വല്ല ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോഴാണ് എല്ലാവരും കൂടി ഒന്ന് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ഓരോരുത്തരും അതിലുള്ള ആറ്റിറ്റ്യൂഡ് കാണുമ്പം എനിക്ക് സങ്കടമല്ല വരണത്, ദേഷ്യം വരണത്. കാരണം ഒരു കാരണവശാലും എൻ്റെ അച്ഛനെ ഒരു വാക്ക് പോലും കുറ്റം പറയാൻ അർഹതയില്ലാത്തവർ അച്ഛൻ്റെ കാര്യം വരുമ്പോൾ മുഖം തിരിക്കുന്ന രീതി കണ്ടപ്പോൾ അത് എന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. എന്താ പറയുക, അച്ഛനെ ഏറ്റവും സഹായിച്ചവരാണ് നമുക്ക് നമ്മളൊരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ നമുക്ക് എതിരെ മുഖം തിരിക്കുന്നത്. അത് പിന്നെ ഞാൻ പറയില്ല, ഇപ്പോൾ ഇതിനെ ഇറങ്ങിയിട്ടുള്ളത് പാർട്ടി പ്രവർത്തകർ, പാവപ്പെട്ടവന് ഒരു മാസം ശമ്പളം അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തവരൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ഞങ്ങളെ ഒരു മാസം ശമ്പളം തരട്ടെ. അത് വാങ്ങാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം അവൻ ആ ഒരു മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ അതിനും വേണ്ടി കോടിക്കണക്കിന് സംഭവിച്ചവരൊക്കെ നമ്മളെ കാണുമ്പം നോക്കട്ടെ പിടിക്കട്ടെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവർക്ക് വേണ്ടി എൻ്റെ അച്ഛൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം നേരിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ ഇത് നടന്നില്ലെങ്കിൽ എൻ്റെ മനസ്സെന്നെ എങ്ങനെ മാറുമെന്ന് അറിയില്ല. അങ്ങനത്തെ മോശമായിട്ടുള്ളൊരു അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോകണം. കെ കരുണാകരൻ സഹായിച്ചവർ തന്നെ കെ കരുണാകരൻ ഒരു സ്മാരകം ഉയർന്നു വരുന്നതിൽ തടസ്സമുണ്ടാക്കി മുന്നിൽ നിൽക്കുന്നു, അതാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായും അവർ തടസ്സം എന്നല്ല, അവരെങ്ങനെ ഒരു കാര്യം ആലോചിക്കണമില്ല. തടസ്സം പഠിപ്പം ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നമ്മളെ ഒന്ന് കൈ തന്ന് സഹായിച്ചാൽ മതി. ഇവരൊക്കെ അതൊന്നും ആരും ചെയ്യണില്ല. അപ്പോൾ അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തുറന്നു പറയേണ്ടി വരും. അതുകൊണ്ട് ചിലപ്പോൾ ഞാനിനി എല്ലാവരും കൂടി ഒന്ന് പുറത്താക്കുകയെന്നല്ല. പക്ഷെ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം അറിയുന്നൊരു വ്യക്തിയാണ്. എത്രയെന്ന് വെച്ചിട്ട് ജനങ്ങളുടെ നിന്ന് ഞാൻ ഒളിച്ചു വയ്ക്കും കാര്യങ്ങൾ. ഒറ്റയ്ക്ക് ഇപ്പോൾ അച്ഛനെ സ്നേഹിക്കണ 1-2 പേര് എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോണത്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ 1-2 പേര് പറഞ്ഞ കമൻറ്റ് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, ഇങ്ങോർക്ക് എന്തിനാ ഈ ഇത്രയും വലിയ ഇത് പണിയേണ്ട കാര്യമെന്ന്. അവരൊക്കെ ഇടയിൽ പോയി ചിരിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ഒരു ഗതികേടെന്ന് ആലോചിച്ച് നോക്കും. ഇവരെ വിചാരം ഞാനൊന്നും കഴിയില്ലെങ്കിൽ ചെവി നല്ല ചെവിയാണ് ഇങ്ങനത്തെ കാര്യമൊക്കെ കേൾക്കുന്നതിന്. ഈ വേഗം കമൻറ്റ് വരെ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് ഇതിൽ. എല്ലാവരും നല്ലവരെന്ന് വിചാരിക്കുന്ന ചില നേതാക്കൾ, ചെറുപ്പക്കാർ.
ഇപ്പോൾ ഈ മക്കളുടെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് മക്കൾ വാത്സല്യം കാണിച്ചു കെ കരുണാകരൻ, ആ രീതിയിൽ ഉയരാത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടം മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എത്ര മക്കൾ കേരള രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്നു. അത് അഭിമാനമായിട്ട് കോൺഗ്രസ് കണക്കാക്കുകയും ആ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അത് കാണുമ്പം എങ്ങനെയാണ് തോന്നുന്നത്? അല്ല, എനിക്കത് കാണുമ്പോൾ എനിക്ക് തോന്നാറെന്താ അറിയോ, ഈ ഉയർന്നു വന്നവരൊക്കെ എൻ്റെയും മുരളിയുടെയും ഫോട്ടോ പൂജാ റൂമിൽ വെച്ച് പൂജിക്കണം എന്ന്. കാരണം അവർക്കൊക്കെ വേണ്ടി ആദ്യം നമ്മളാണ് ഇത് മുഴുവൻ ഏറ്റുവാങ്ങിയത്. ആദ്യമായിട്ട് മക്കൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് അതിൻ്റെ ഏറ്റവും വേദനകൾ അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങൾ. അത് പറഞ്ഞവരുടെ മക്കളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഓരോ വഴിക്ക് കടന്നു. എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം മക്കളായതുകൊണ്ട് മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്ത്, അവർക്ക് കുടുംബമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഞാനൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കണത് എൻ്റെ അച്ഛനെ അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ അതിനെ ഏറ്റവും സഫർ ചെയ്യുന്നത് മക്കൾ തന്നെയാണ്, ഭാര്യയും മക്കളുമാണ്. അതുകൊണ്ട് മക്കൾക്ക് കിട്ടിയ തെറ്റൊന്നുമില്ല. കാരണം അവരും ജനിച്ചു വീഴുന്നത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അവരും കുട്ടിക്കാലം തൊട്ട് KSU ചെയ്യുന്ന ഇത് ആവുന്നുണ്ട്, ഓടുന്നുണ്ട്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പെട്ടെന്ന് ഒരു ദിവസം വന്നതല്ല. ചാണ്ടി ഉമ്മൻ എത്രയോ കാലങ്ങളായിട്ട് ഈ പാർട്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രം. അതിന് ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും അധികം തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴുള്ളവരൊക്കെ എന്നെ ഞങ്ങളെ നന്ദിയോടുകൂടി സ്മരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. അത്തരം വിമർശനങ്ങൾ വന്ന കാലഘട്ടങ്ങളിൽ അതുമാത്രമല്ല, പല രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു. പിന്നെ കേസുകൾ വന്നു. ഈ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറേണ്ടി വരിക, അങ്ങനത്തെ സാഹചര്യങ്ങൾ വരിക. ഇതൊക്കെ വരുമ്പോൾ കെ കരുണാകരൻ എന്നൊരു നേതാവ് അത് ചിരിച്ചുകൊണ്ടാണ് ഇതൊക്കെ ഡീൽ ചെയ്തതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, അച്ഛനായാലൊന്നും. കാരണം അച്ഛൻ പറയണം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എനിക്കെന്തിനാ വിഷമം തോന്നേണ്ട കാര്യം. പക്ഷെ അച്ഛന് ഒരിക്കൽ വേദന തോന്നിയത് അച്ഛനെ രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിച്ചപ്പോൾ. അച്ഛൻ ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത അച്ഛൻ മരിക്കുന്നവരെ എരിവും പുളിയൊന്നും അച്ഛന് കഴിക്കാൻ പറ്റില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ജയിലിൽ നിരാഹാരം കിടന്ന അൾസർ വന്നതാണ് അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി സ്വന്തം ആരോഗ്യം ജീവിതം കളഞ്ഞ ഒരാൾക്ക് രാജ്യദ്രോഹിയായിട്ട് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹത്തിന് മുദ്ര കുത്തിയപ്പോൾ മാത്രം അദ്ദേഹത്തിന് വിഷമം തോന്നി. അതും എപ്പോഴും വിഷമം വരുമ്പോൾ ചിരിക്കുക ചെയ്യുക കൂടുതൽ, അങ്ങനെ സങ്കടം മുഖത്ത് കാണിക്കില്ല. അപ്പം ഞാനിങ്ങനെ എൻ്റെ അച്ഛൻ ഇങ്ങനെ ആലോചിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അച്ഛൻ അങ്ങനെ ഇരുന്ന് ആലോചിക്കണം, അച്ഛൻ ഇങ്ങനെ ഈ സമയത്ത് ഇരുന്ന് ആലോചിക്കാറില്ലല്ലോ പറഞ്ഞപ്പോൾ പറയാം, അവസാനം ഞാൻ രാജ്യദ്രോഹിയും കൂടിയായി, ഇനി അതും കൂടെ കേൾക്കാൻ ബാക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ വേദന വന്നു. ഞാൻ പിന്നെ കൂടുതൽ ചോദിക്കാൻ പോയില്ല. അച്ഛൻ്റെ മൊത്തം സങ്കടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ അത്രയും ഡൗൺ ആയിട്ട് അത് പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഇങ്ങനെ ചെയ്തവർക്കൊക്കെ കാലം കരുതി വയ്ക്കേണ്ടത്, കാണാൻ ഞാനുണ്ടാവില്ല, നിങ്ങളൊക്കെ ഉണ്ടാവുന്നു. അങ്ങനത്തെ കാര്യമൊക്കെ കേൾക്കുന്നതിന് ഈ വേഗം കമൻറ്റ് വരെ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് ഇതിൽ. കെ കരുണാകരൻ കരുതിയിരുന്നത് കെ മുരളീധരനെ അല്ല, മറ്റൊരു നേതാവിനെ ആയിരുന്നുവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. പക്ഷേ അത് മനസ്സിലാക്കാതെയാണ് പലരും കരുണാകരനെതിരെ പടയൊരുക്കം നടത്തിയത്. ആ ദ്രോഹത്തിന് അവർ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കരുണാകരനെ ദ്രോഹിച്ചവർക്കെല്ലാം ശിക്ഷ കിട്ടുന്നതാണ് താൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും ഇഹലോകത്ത് തന്നെ അനുഭവിച്ചാണ് പരലോകത്തേക്ക് പോയതെന്നും പത്മജ പ്രതികരിച്ചു. എല്ലാവരും വിചാരം അന്ന് കെ മുരളീധരനെയാണ് പിൻഗാമിയാക്കുക എന്നായിരുന്നു. അല്ല, അങ്ങനെ വിചാരേ അച്ഛനുണ്ടായിരുന്നില്ല. അത് ഇനിയെങ്കിലും എനിക്ക് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് എൻ്റെ കെയർ ഓഫിൽ കയറി വരണ്ട, കഷ്ടപ്പെട്ട് വരട്ടെ, ഞാൻ കഷ്ടപ്പെട്ടാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് നിലനിൽക്കാൻ പറ്റും, അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുന്നത്. പക്ഷെ അതാരും വിചാരിച്ചില്ല. അപ്പോൾ എല്ലാവരും കൂടി അച്ഛനെതിരെ ഒരുക്കങ്ങൾ തുടങ്ങി. അങ്ങനെ വന്ന് മുരളിയേട്ടനെതിരെ ഇറങ്ങിയപ്പം ഒരു അച്ഛൻ മകനെ ഹെൽപ്പ് ചെയ്ത രീതി ചെയ്തു എന്നേ ഉള്ളൂ. അത് പറയാം, പറയുന്നില്ല, എന്തിനാ പറഞ്ഞിട്ട് അവരൊക്കെ ഇങ്ങനെ ഇപ്പം അനുഭവിക്കണം, ഇങ്ങനെ കാണുകയല്ല. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല, ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആരാണ്. കിട്ടിയവരെന്നെ എന്നോട് പലവരും പറഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്ക് വിളിച്ചിട്ട്, ഞങ്ങൾ അനുഭവിക്കണം മുഴുവൻ ലീഡർ ഷാബാണെന്ന്. അവരെ വായിന്ന് തന്നെ കേൾക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു സുഖമുണ്ട് മനസ്സിന്. അത്രയെങ്കിലും എൻ്റെ അച്ഛനൊരു നീതി കിട്ടിയല്ലോ എന്നുള്ളത്. കാരണം ഓരോരുത്തരും വളർന്നു വന്ന രീതി എനിക്കറിയാം. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ പൊളിറ്റിക്സിൽ ഇല്ലെങ്കിൽ ഞാൻ ഒരു ബുക്ക് എഴുതിയേനെ, കേരള രാഷ്ട്രീയം എന്തൊക്കെ സംഭവിച്ചു അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് വ്യക്തമായി. കാരണം എനിക്ക് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിലെത്തുന്ന വനിതകളോട് മോശം മനോഭാവം പുലർത്തുന്നവരാണ് ഇപ്പോഴും പാർട്ടിയിലുള്ളതെന്നും പത്മജ വേണുഗോപാൽ കുറ്റപ്പെടുത്തി.
നമ്പ്യാരുടെ കഥ സിനിമയായി, അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ, അദ്ദേഹം ഈ കടന്നുപോയതെല്ലാം ഇൻജസ്റ്റിസിലൂടെയാണെന്ന് പറയാൻ ഒരുപാട് പേരുണ്ടായി. അപ്പോഴും ഈ ഭാഗത്ത് അതുണ്ടായില്ല എന്നുള്ളത് ഒരു വല്ലാത്ത. അതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കുകയല്ലേ. അദ്ദേഹത്തിനെ വിശുദ്ധനാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണം വല്ലതും ഞങ്ങൾക്ക് കിട്ടിയെങ്കിലോ, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ കെ മുരളീധരനെ പോലെ അദ്ദേഹം ഇത്തിരി ശക്തനായിട്ടുള്ളൊരു നേതാവാണ്. അപ്പം അങ്ങനെ ആ ഗുണം കിട്ടണ്ട. പക്ഷേ ഇവരൊക്കെ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ കെ മുരളീധരന് നല്ല പേരാണ്. ആൾക്കാരുടെ ഇടയിൽ എത്രയോ ആരാധകരുള്ള, മുരളിയേട്ടൻ്റെ ആ രീതിയോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഒരു സാധാരണ കോൺഗ്രസ്സുകാരിയായിട്ട് കെ മുരളീധരൻ പറയുന്നതിനെ എതിർക്കാറുണ്ട്. അത് ആളോട് തന്നെ പറയും ഞാൻ. പക്ഷേ അപ്പോൾ ആൾ പറയും എൻ്റെ രീതി ഇങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ, നീ നിൻ്റെ രീതി, എനിക്ക് എൻ്റെ രീതി, അതാണ് ആൾ. അപ്പോൾ അതൊന്നും പലർക്കും പറ്റണില്ല. അപ്പോൾ പിന്നെ ഇതല്ലേ സംഭവിക്കുള്ളൂ. ഉമ്മൻചാണ്ടി ഒരു വിശുദ്ധ പദവി, അതായിരുന്നല്ലോ വലിയ വിവാദമൊക്കെ വന്നത്. അതായത് അദ്ദേഹത്തിന്റെ മകന് ആ രീതിയിലുള്ള നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പ്രിഫറൻസ് കിട്ടി. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ രാഷ്ട്രീയത്തിലുണ്ട്. ആ പരിഗണന കെ മുരളീധരനും പത്മജ വേണുഗോപാലിനും കിട്ടുന്നില്ല. അതാണോ പറയുന്നത്? അല്ല, അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിന് കിട്ടിയില്ല ഞാനൊരു കുറ്റം പറയണില്ല. കാരണം എന്താ പറയുക, അവിടെ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ചാണ്ടി ഉമ്മൻ തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിനാണ് പുതുപ്പള്ളി അറിയുക. അത് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള നിലയേക്കാൾ കൂടുതൽ പുതുപ്പള്ളിക്കാരനായിട്ടുള്ള, പുതുപ്പള്ളി അറിയുന്ന ഒരാൾ അതും കൂടി ഉണ്ട് അതിൽ. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ കാലം മാറി. അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം. ഇപ്പം ഇന്ന് അതിനാരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ മക്കളുടെ രാഷ്ട്രീയത്തിന്? ഇല്ല. കാലങ്ങൾ മാറി, അതും നോക്കണം നമ്മൾ. അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതൊരു പുതുമയായിരുന്നു മക്കൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എല്ലാ ഇതും കെ കരുണാകരനെ വേറൊരു വിധത്തിലും പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേട്ടയാടലായി. ഞാൻ പറഞ്ഞില്ലേ, അറിയാത്ത പല കാര്യങ്ങളും ഞാൻ രാവിലെ എണീക്കുമ്പം പത്രങ്ങളിൽ കൂടെയൊക്കെ അറിയാം. ഞാൻ അവസാനം എന്നോടേക്ക് പോയി, ഞാൻ ഇങ്ങനെയാണോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നി തുടങ്ങി, കേട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ പറയുമ്പോൾ അച്ഛന് വേദനിക്കുന്നുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ നേരെ ആക്രമണം മുഴുവൻ. ഞാൻ ഒത്തിരി സഹിച്ചിട്ടുണ്ട് ഇതിൽ വന്നിട്ട്, രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ല, കെ കരുണാകരൻ്റെ മകളായതുകൊണ്ട്. അപ്പോഴും കെ കരുണാകരൻ്റെ കാര്യം എടുക്കുമ്പോൾ അദ്ദേഹം നേരിട്ട ആ തിരിച്ചടികൾ, അത് ഇതുപോലെ ഫാബ്രിക്കേറ്റ് ചെയ്തതായിരുന്നു, ചാരക്കേസ് അടക്കം ഫാബ്രിക്കേറ്റ് ചെയ്തതായിരുന്നു എന്ന് കൃത്യമായിട്ട് ഉറപ്പിച്ചു പറയുകയാണ് ഇപ്പോൾ, അല്ലേ? അതായത് പിന്നെ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അറിയാലോ. ഇപ്പം അദ്ദേഹത്തിന് നീതി കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായില്ല എന്തായിരുന്നു. എനിക്ക് ഒരു മകൾ എന്നുള്ള എനിക്ക് വേദന തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ എന്ന അപകടം പറ്റി ആരോഗ്യപരമായിട്ട് വളരെ മോശം ഒരു സിറ്റുവേഷനിലായിരുന്നു. അതിൻ്റെ കൂടെ 3 മാസം കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചു. അതോടെ അച്ഛൻ മാനസികമായിട്ട് ആകെ തകർന്നു. പിന്നെ ജീവിതത്തിനോട് തന്നെ ഒരു താല്പര്യമില്ലാത്ത മാതിരിയായിരുന്നു അച്ഛന്. കാരണം അവർ കുട്ടിക്കാലത്ത് കളിച്ച് വളർന്ന് മുറപ്പെണ്ണ് തന്നെയാണ്, അങ്ങനെ സ്നേഹിച്ച് കളിച്ചു വന്ന് പെട്ടെന്ന് അമ്മ ഒരു ദിവസം പോയതും ഈ ആരോഗ്യമില്ലായ്ക രണ്ടും കൂടെ ആയപ്പോൾ അച്ഛനങ്ങ് തകർന്നു ശരിക്കും. ആ സമയത്ത് അടിച്ചപ്പോഴാണ് അച്ഛനൊന്ന് വീണത്, എനിക്കറിയാം. അല്ലെങ്കിൽ അച്ഛൻ ഒരിക്കലും എങ്ങനെയും അച്ഛനെ മുട്ടുകുത്തിക്കാൻ പറ്റില്ല, എനിക്കതിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് അടിച്ചപ്പോൾ എത്രയായാലും ഒരു മകളെന്നുള്ള നിലയ്ക്ക് അമ്മയില്ല. ഞാൻ എൻ്റെ കുടുംബം വിട്ടിട്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത് 17 കൊല്ലം അച്ഛനെ നോക്കിയെന്നിരുന്നത്. അത് ആ സമയത്ത് എനിക്ക് വേദന എടുത്തു. അച്ഛന് വേദന എടുത്തിട്ടുണ്ടാവണം. അച്ഛനെന്നും ഈ പ്രാർത്ഥന ഇതൊക്കെ ഉള്ളതുകൊണ്ടൊന്നും പുറത്ത് കാണിക്കാറില്ല. പക്ഷെ അന്നൊക്കെ അച്ഛന് നല്ലോണം വേദന എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് ചിലപ്പോൾ മനസ്സൊരുക്കി പലരും ശപിച്ചിട്ടുണ്ടാവും ആ സമയത്ത് ഉണ്ടായതും ഇതൊക്കെ കൂടിയിട്ട്. എല്ലാവരും വിചാരം അന്ന് കെ മുരളീധരനെയാണ് പിൻഗാമിയാക്കുക എന്നായിരുന്നു. അല്ല, അങ്ങനെ വിചാരേ അച്ഛനുണ്ടായിരുന്നില്ല. അത് ഇനിയെങ്കിലും എനിക്ക് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് എൻ്റെ കെയർ ഓഫിൽ കയറി വരണ്ട, കഷ്ടപ്പെട്ട് വരട്ടെ, ഞാൻ കഷ്ടപ്പെട്ടാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് നിലനിൽക്കാൻ പറ്റും, അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ അതാരും വിചാരിച്ചില്ല. അപ്പോൾ എല്ലാവരും കൂടി അച്ഛനെതിരെ ഒരുക്കങ്ങൾ തുടങ്ങി. അങ്ങനെ വന്ന് മുരളിയേട്ടനെതിരെ ഇറങ്ങിയപ്പം ഒരു അച്ഛൻ മകനെ ഹെൽപ്പ് ചെയ്ത രീതി ചെയ്തു എന്നേ ഉള്ളൂ. കെ മുരളീധരൻ, കെ കരുണാകരൻ മരിച്ചിട്ടും ഇപ്പോഴും നല്ല ശക്തനായിട്ടുള്ള നേതാവ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും കഴിവില്ലാണ്ട് ഇങ്ങനെ എത്താൻ പറ്റില്ലല്ലോ ആൾക്ക്. അപ്പോൾ ആളിൽ കഴിവുകളുണ്ടായിരുന്നു. അച്ഛൻ അധികം ഒന്നും സഹായിക്കേണ്ടി വന്നിട്ടില്ല. ശരിയാണ്, 1-2 സന്ദർഭത്തിൽ സഹായിച്ചിട്ടുണ്ട്. അത് ഒരു മകനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാണുമ്പോൾ ഉള്ളൊരു വിഷമം കൊണ്ട് ചെയ്തതാണ്. പക്ഷെ അച്ഛൻ്റെ മനസ്സിൽ മുരളിയേട്ടനായിരുന്നില്ല, അതെനിക്ക് ഉറപ്പിച്ച് പറയും. അതാരായിരുന്നു എന്നും കൃത്യമായിട്ട് അറിയാം. അത് പക്ഷെ ഒരു പറയാനുള്ള ഒരു സാഹചര്യമായിട്ടില്ല. എന്തിനാ പറഞ്ഞിട്ട്, അവരൊക്കെ ഇങ്ങനെ ഇപ്പം അനുഭവിക്കണം, ഇങ്ങനെ കാണുന്നില്ല. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല, ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആരാണ്. ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് പഴയ കാലത്തെ ഒരു കോൺഗ്രസ് അല്ല, ആ കാലഘട്ടമല്ല. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധമോ എല്ലാം മാറ്റി നിർത്തിയാൽ രാഷ്ട്രീയത്തിലെ ചില ധാർമ്മികതകൾ ശ്രദ്ധിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ അവിടെ അത് ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പുറത്തു നിൽക്കുന്ന പൊതുജനങ്ങൾക്ക് തോന്നില്ല.
അത് ശരിയാണ്, തോന്നുമായിരിക്കും. പക്ഷെ ഞാൻ നല്ലോണം പ്രകടിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷെ അതനുസരിച്ച് എല്ലാത്തിനും നമുക്കൊരു പിന്നിലൊരാൾ വേണം, നമ്മളെ ഒന്ന് ഇതാക്കാനും അല്ലെങ്കിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നല്ല 2 വർത്താനം അത്രയൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. അതിന് പോലും ആളില്ലാണ്ടായപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടെ ഇറങ്ങി നോക്കിയപ്പോൾ സ്റ്റേജിൽ കളിക്കാൻ ഇറങ്ങി നോക്കുമ്പോൾ ആരും ചുറ്റും കാണാനില്ല എന്ന് പറഞ്ഞ മാതിരി ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് മനസ്സിൽ. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് പല സമയങ്ങളിലും നമ്മൾ പ്രതികരിക്കാതിരിക്കരുത്. ഞാൻ പക്ഷേ എൻ്റെ ഫേസ്ബുക്ക് വഴി നല്ലോണം പ്രതികരിക്കുന്ന ആളാട്ടോ. നല്ലോണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്ക് കണ്ട ഒരു പെണ്ണുങ്ങളും ഇങ്ങനെ ഇതാക്കാറില്ല. അതെനിക്ക് നല്ലോണം ആൾക്കാരെ നിന്ന് ചീത്തയും കേൾക്കാറുണ്ട്. മരിച്ചുപോയ അച്ഛനും അമ്മേനെ വരെ ചീത്ത വിളിക്കണേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കമൻസ് വായിക്കാറില്ല, കമൻസേ വായിക്കില്ല. എന്തിനാ വെറുതെ നെഗറ്റീവ്? എനിക്കറിയാം ഇതാ എനിക്ക് കിട്ടാൻ പോണേന്ന്. പക്ഷെ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇത്രയും ശക്തമായി പ്രതികരിക്കുന്നത്. എനിക്കല്ലാണ്ടുള്ള സന്ദർഭങ്ങളില്ല. ഞാനിപ്പോൾ വെറും ഒരു KPC എക്സിക്യൂട്ടീവ് മെമ്പറാണ്. എനിക്ക് പ്രതികരിക്കാനുള്ള സ്ഥലങ്ങൾ വേണ്ടേ? അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫേസ്ബുക്ക് വഴി ഞാൻ പ്രതികരിക്കും. അതാണ് എൻ്റെ. എന്ന് വെച്ചിട്ട് പ്രതികരിക്കാണ്ടിരിക്കുന്നില്ല ഞാൻ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ട്. എന്നെയല്ല, എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ വിളിക്കുമ്പോൾ ഇനി എല്ലാ സ്ഥലത്തും പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ഇപ്പം ഇത്ര ശക്തമായിട്ട് പല കാര്യങ്ങളും തുറന്നു പറയുന്നത്. കുറച്ച് പറയാനുണ്ട്, അത് ചിലപ്പോൾ ഒരു പുസ്തകമായിട്ടൊക്കെ എഴുതിയേക്കുന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ഉള്ളിൽ അത്രയും ബുദ്ധിമുട്ടിലാണ്, അത്രയും ഇൻസൾട്ടഡ് ആണ്, അപമാനിക്കപ്പെട്ടിട്ടുണ്ട് പത്മജ വേണുഗോപാൽ എന്നാണോ? ഉണ്ട്, തീർച്ചയായിട്ടും. എനിക്ക് നല്ല വിഷമമുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേതാക്കന്മാരോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വിഷമമുള്ള. പക്ഷെ ഞാൻ ഇതൊന്നും പുറത്ത് പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് മലർന്ന് കിടന്ന് തുപ്പണേൻ്റെ വരിക അത് എൻ്റെ മുഖത്തേക്ക് തന്നെ വീഴുക. കാരണം ഞാൻ അത്രയും പാർട്ടീനെ സ്നേഹിക്കുന്നുണ്ട്. ഇതിൽ വ്യക്തികൾക്കല്ല ഇതിൽ ദോഷം സംഭവിക്കുക, പാർട്ടിക്ക് സംഭവിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ വനിതാ സംവരണ ബില്ലിൻ്റെ സമയമാണ്. എത്ര വനിതാ നേതാക്കളിലേക്ക് ഉറ്റുനോക്കണമെന്ന് ചോദിക്കുമ്പോൾ പാർട്ടിക്ക് ആ ഒരു കെട്ടുറപ്പുണ്ടോ? ആ രീതിയിൽ പാർട്ടി വനിതകളെ പരിഗണിക്കുന്നുണ്ടോ? ഈ തഴയപ്പെടുന്നവരുടെ കഥകളും യാതനകളും ഒക്കെ തന്നെയായിരിക്കും അതിനും മുന്നിൽ ആയിട്ട് നിൽക്കുക. കാരണം ഒരു വനിതയും ഒരു പുരുഷനും ഇറങ്ങുമ്പോൾ വനിതയ്ക്കുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. രാത്രി പല വീടുകളിലും പോയി താമസിക്കാൻ പറ്റില്ല, രാത്രി ട്രാവൽ ചെയ്യണത്, ഇതൊക്കെ സഹിച്ചിട്ടും കുടുംബത്തിനുള്ള പ്രശ്നങ്ങൾ സഹിച്ചിട്ടും നാട്ടുകാരുടെ ഇത് സഹിച്ചിട്ടും അവസാനം ആ വനിതയുടെ പേര് വരുമ്പം ആൾക്കാരുടെ ഇടയിൽ ഒരു പുച്ഛമാണ് ഞാൻ കേട്ടിട്ടില്ല. ഓ ഇനി അതും കൂടെ ആയാൽ മതി പറയണ വാക്കുകളാണ് ഇതൊക്കെ. ഞാനാ കേട്ടോണ്ടിരിക്കണത്. പക്ഷെ എന്നെന്തോ നാട്ടുകാർക്കോ അതോ പാർട്ടിക്കാർക്ക് പാർട്ടിക്കാർക്ക് ഇവരിങ്ങനെ പറയുന്ന കേൾക്കുമ്പം ഞാനവിടെ ഇരിഞ്ഞാൽ ഞാനൊരു പെണ്ണാണ് എന്ന് പറയും. അപ്പോൾ പറയും ചിരിച്ചുകൊണ്ട് ഒരു ചേച്ചി ഞങ്ങൾ പെണ്ണായിട്ട് കൂട്ടിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ അല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് അച്ഛൻ്റെ മകളായതുകൊണ്ടാണ് എനിക്ക് അത്രയും ഒരു പ്രിവിലേജ് ഇവരൊക്കെ കൂടി തരുന്നത്. പക്ഷെ ഒരു സാധാരണ സ്ത്രീക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊളിറ്റിക്സിൽ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അപവാദം പറയുന്നത്, ഇത്തിരി കാണാൻ നല്ലൊരു സ്ത്രീയാണെങ്കിൽ തീർന്നു, അതിൻ്റെ ജീവിതം എന്താ കുട്ടിച്ചോറാക്കും എല്ലാവരും കൂടിയിട്ട്. പിന്നെ ആരാ കടന്നു വരിക ഇതിലേക്ക്? എന്ത് വനിതാ സംവരണം വന്നാലും ഇതിലേക്ക് ആൾക്കാർ വരാൻ ധൈര്യപ്പെടണ്ടേ? അത് നമ്മൾ സ്വന്തം സഹോദരന്മാരുടെ മാതിരി ആണുങ്ങൾ ഇവരെ നോക്കിയാൽ മാത്രമേ ഇനി വനിതകൾ കൂടുതൽ കടന്നു വരുള്ളൂ ഇതിലേക്ക്. അല്ലെങ്കിൽ ഒരു വനിതാ ഇലക്ഷൻ വന്ന് നിൽക്കുമ്പോൾ ആണുങ്ങൾക്കൊക്കെ അവളെന്നെ നോക്കിയോട്ടെ എന്നൊക്കെയുള്ള കമൻറ്റുകളൊക്കെ കേട്ട ആളാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ മാറിയാൽ മാത്രമേ നമ്മൾ എത്രയൊക്കെ സമൂഹം മാറി എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ ഇപ്പോഴും മാറിയിട്ടില്ല. കരുണാകരൻ്റെ മകളാണ് ഇത് പറയുന്നത്. അതാണ് അത്ഭുതം. അതായത് ഒരു സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകയല്ല പറയുന്നത്. ആ രീതിയിലുള്ള അനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് അത് ഞെട്ടിപ്പിക്കുന്ന ഒന്നാണെന്ന് ഞാൻ പറയും. അതെ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് സീറ്റ് തന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അതിലെനിക്ക് ഏറ്റവും നന്ദിയുള്ളത് സോണിയാഗാന്ധിയോടാണ്. കാരണം മാഡത്തിന് സ്ത്രീകൾ കടന്നു വരണമെന്നും എന്നോടൊരു വ്യക്തിപരമായിട്ടുള്ളൊരു സ്നേഹം കൂടി ഉണ്ട് അവർക്ക്. എനിക്ക് തോന്നുന്നു എൻ്റെ പിതാവ് പാർട്ടി വിട്ട് പോയപ്പോഴും ഞാൻ പാർട്ടി വിട്ട് പോകാത്ത ഒരാളാണ്. അപ്പോൾ ആ ഒരു ഇത് അവർക്ക് എന്നോടുണ്ട്, ഭയങ്കര സ്നേഹമുണ്ട്. എനിക്കും അവരോടൊരു എന്താ പറയണ്ട മൂത്ത സഹോദരിയോ അല്ലെങ്കിൽ ഒരു അമ്മ ആ രീതിയിലാണ് ഞാനും അവരെ കാണുന്നത്. പക്ഷേ അവർ സീറ്റ് തരും, ഇവിടുത്തെ ലോക്കൽ നേതാക്കളോട് നമ്മളെ തോപ്പിക്കും. അപ്പോൾ പിന്നെ അതിലെന്താ അർത്ഥമുള്ളത്? അത് വനിതകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നെ മാത്രമല്ല ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊതുവെ വനിതകളെ തോപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് ഇടതുപക്ഷമല്ല വെല്ലുവിളി, പാളയത്തിൽ പടയാണ്. നമ്മളിനി രക്ഷപ്പെടണമെങ്കിൽ പാർട്ടിയുടെ ഉള്ളിലൊരു ഐക്യം വേണം. ഇനി അടുത്ത നിയമസഭയിലേക്ക് കാത്തിരിക്കുമ്പോൾ അത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ പത്മജ വേണുഗോപാലിനെ അടുത്തറിയാം, ആളാരാണെന്ന് കൃത്യമായിട്ടറിയാം. തൃശ്ശൂരുകാർ അത് ഓർത്തിരിക്കും. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും ഉണ്ട്. അല്ല, ഞാനിപ്പോൾ അടുത്തൊരു ഇലക്ഷൻ എത്തുന്ന കാര്യം പറ്റിയൊന്നും